ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ടൊവിനോയുടെ ഈ മെയ് മാസം 3-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ നടിഗർ. ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് ഇന്ന് കൊച്ചി ലുലുമാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയോടെ തന്നെ സിനിമയുടെ ട്രെയിലർ ഓൺലൈനായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. ARM ആയിരിക്കും ടൊവിനോയുടെ കരിയറിൽ തന്നെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് ഈ വർഷം വരിക എന്നാണ് നാം നേരത്തെ പ്രതീക്ഷിച്ചെങ്കിൽ ഇപ്പോഴത്തെ നടിഗർ എന്ന സിനിമ ഒരു വമ്പൻ ബഡ്ജറ്റുള്ള സിനിമയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. സിനിമയുടെ ബഡ്ജറ്റ് 40 കോടി രൂപയ്ക്ക് മുകളിലാണ് എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. തല്ലുമാലയ്ക്ക് ശേഷം വരുന്ന ടൊവിനോയുടെ അടുത്തൊരു കളർഫുൾ സിനിമയാണ് നടിഗർ. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയൊരുക്കിയ ലാൽ ജൂനിയറിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് സംവിധാനം ചെയ്യുന്ന നടിഗർ. എങ്കിൽ പോലും നിലവിലെ സിനിമ വലിയ ഹൈപ്പൊന്നും തന്നെ നേടിയെടുത്തിട്ടില്ല. ടൊവിനോയുടെ സോളോ കരിയർ ബെസ്റ്റ് എന്ന് പറയുന്നത് തല്ലുമാലയുടെ 47 കോടി ഫൈനൽ കളക്ഷനാണ്. അതിന് മുകളിലും ഒരുപാട് നടിഗർ എന്ന സിനിമ കളക്ഷൻ നേടിയെടുക്കണം തിയേറ്ററുകളിൽ വിജയിക്കാനായിട്ട്. എന്തായാലും ആദ്യം ഇന്ന് വരുന്ന സിനിമയുടെ ട്രെയിലർ കാണുവാനായിട്ട് കാത്തിരിക്കൂ നടിഗർ വാർത്തകൾക്കായിട്ട്. നടിഗർ എന്ന സിനിമയോടൊപ്പം ക്ലാഷ് റിലീസായിട്ട് തിയേറ്ററുകളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമയാണല്ലോ മലയാളി ഫ്രം ഇന്ത്യ. മെയ് 1-ാം തീയതിയാണ് നിവിൻ പോളി നായകനായി എത്തുന്ന ടിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത്. നിവിന്റെയും ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന കാര്യത്തിൽ സംശയമില്ല. 50-ലധികം ദിവസങ്ങൾ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത് പിന്നീട് 100-ലധികം ദിവസങ്ങൾ ഷൂട്ടിംഗ് ഡേയ്സ് കടന്ന സിനിമ കൂടിയാണ് മലയാളി ഫ്രം ഇന്ത്യ. നിലവിൽ സിനിമയുടെ ബഡ്ജറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന സിനിമയേക്കാൾ ബഡ്ജറ്റ് ഉണ്ട്. അതായത് 20-25 കോടി രൂപയ്ക്ക് മുകളിൽ ബഡ്ജറ്റ് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതിനിടയിൽ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ഇന്ന് വൈകിട്ട് 4 മണിയോടെ ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ പ്രീസെയിൽ കണക്കുകൾ അടുത്ത ദിവസങ്ങളിൽ വരികയാണെങ്കിൽ അതറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഈ 2024 വർഷം ഇന്ത്യയിൽ നിന്ന് വരാനിരിക്കുന്ന വമ്പൻ ബഡ്ജറ്റുള്ള സിനിമകളിൽ ഒന്നാണല്ലോ പ്രഭാസ് നായകനെ എത്തുന്ന പാൻ ഇന്ത്യൻ അല്ല പാൻ വേൾഡ് സിനിമ കൂടിയ കൽക്കി 2898 AD. സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനം കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് വന്നിരിക്കുകയാണ്. നേരത്തെ മെയ് 9-ന് റിലീസ് തീയതി പ്രഖ്യാപിച്ച സിനിമ ഇപ്പോഴത്തെ ജൂൺ 27-ലേക്കാണ് റിലീസ് നീട്ടിയിരിക്കുന്നത്. സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ പോസ്റ്ററും ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ഒപ്പം തന്നെ ദീപിക പദുക്കോൺ തുടങ്ങിയവരാണ് സിനിമയിൽ പ്രധാന റോളുകളിലെത്തുന്നത്. നാഗശ്വിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ഈ വമ്പൻ ഇന്ത്യൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വെറും 2 മാസങ്ങൾ മാത്രം ബാക്കി. കാത്തിരിക്കൂ കൽക്കിയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്.